എവിടെ പോയി കിടക്കുക? നാണു, നാണുവിനെ എവിടെങ്ങാനും കണ്ടോ? ഇപ്പോഴെങ്ങും കണ്ടില്ല. എന്താ പ്രത്യേകിച്ച്? അത് മണക്കൽ ക്ഷേത്രത്തിൽ പോകാനാ. നാണു എന്നും കൂടുന്നതാണല്ലോ. പിന്നെ ഇത് എവിടെ പോയി? നാണു, മക്കളെ നാണു. പൂജയ്ക്ക് വേണ്ട പൂക്കൾ ശേഖരിക്കാൻ സഹായിക്കും. പക്ഷെ ഇന്ന് കണ്ടില്ല. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പൂക്കൾ പറിക്കായിരിക്കോ? ഏയ്, അങ്ങനെ വരില്ല. മുറ്റത്തും പറമ്പിലും ഇഷ്ടം പോലെ ചങ്ങാതിമാരുണ്ടല്ലോ, അവരുടെ കൂടെ കളിക്കായിരിക്കും. അതിനുള്ള സമയമായിട്ടില്ല. ക്ഷേത്രത്തിൽ പോയി വന്ന ശേഷം അസല്ലാപം. അതാ പതിവ്. പതിവുകളൊക്കെ നാണുവിന് വഴിമാറുകയല്ലേ. അതല്ലേ ഇപ്പൊ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ എല്ലായിടും ഒന്ന് നോക്ക്. എനിക്ക് ആകെ ഒരു പേടി. എന്തിന്? നാണു വല്ല വികൃതി ഒപ്പിച്ച് കാണും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയം സാധാരണ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ എല്ലായിടവും നോക്കിയോ? നോക്കി. മുറ്റത്തും പറമ്പിലും അടുക്കളയിലും ഒക്കെ നോക്കി. ഒരിടത്തും ഇല്ല. മറ്റെവിടെ പോവാനാണ്? പറയാതെ പോകുന്ന ശീലമില്ലല്ലോ. അതാ എനിക്കൊരു ഭയം. വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ. ഇവിടെ എങ്ങാനും തന്നെ കാണും. നാണുവിനെ കാണാതെ വരുമ്പോ ആകെ ഒരു അങ്കലാപ്പ്. വരുമെന്നറിയാം, എങ്കിലും അവന്റെ കുറുമ്പ് വല്ലാതെ കൂടുന്നുണ്ട്. ഇനിയിപ്പോ ഒറ്റയ്ക്ക് മണക്കല്ല മറ്റേ തൊഴാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ പോകില്ല. പൂക്കളും ശേഖരിച്ച് എന്റെ കൂടെയല്ലേ എന്നും വരുന്നത്. ഭക്തി കൂടിയിട്ട് ഒറ്റയ്ക്ക് പോവാനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിലോ? ഇന്ന് വരെ അങ്ങനെ പോയിട്ടില്ലല്ലോ. അതല്ലേ എന്റെ ആശങ്ക. അല്ല, നീ വീട്ടിലെല്ലായിടത്തും സൂക്ഷിച്ചു നോക്കിയോ? എല്ലായിടവും നോക്കി. ഉണ്ടെങ്കിൽ ഇവിടെ കാണേണ്ടതല്ലേ. വിളക്ക് വെക്കുന്നിടത്ത് നോക്കിയോ? അതിപ്പോ ഞാൻ അവിടെ നിന്നല്ലേ വന്നത്. നാണു, നാണു, മോനെ നാണു, നാണു, മക്കളെ നാണു, നാണു, നാണു. നാണു, നാണു, നാണു. നിൽക്കുന്നു. നാണു, മക്കളെ, മക്കളെ ഇത് കഴിക്കരുത്. നാണു എന്താ കാണിക്കുന്നു നോക്കിയേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താണോ ആരോടൊന്നും പറയാതെ? ഞാൻ പൂജിക്കാനല്ലേ വന്നത്, അതിന് പറയണോ? എന്നും എന്നോടൊപ്പം അല്ലേ വരുന്നത്. ഇന്നെന്താ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഒരു മോഹം. എന്ത് മോഹം? അമ്മയ്ക്ക് മുമ്പേ വന്ന് പൂജിക്കണം. എന്നിട്ട് എന്തേ? പൂജിച്ചോ? തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ അച്ഛനും അമ്മയും എത്തിയില്ലേ. ആൾത്തറയിലിരുന്ന് എന്തിനാ കഴിക്കുന്നത്? മറ്റൊന്നുമല്ല, കൽക്കണ്ടോ, അണക്കമുന്തിരി, ശർക്കരയും. അയ്യോ, എന്താ നീ കാട്ടിയത്? അച്ഛനും അമ്മയ്ക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നാണു, ആ വായൊന്ന് തുറന്നേ. നാണു, അരുതാത്തതാണ് നീ ചെയ്തത്. ഭഗവാനുള്ള നിവേദ്യം തിന്നരുത്. പൂജ അവസാനിക്കാതെ നിവേദ്യം എടുത്ത് കഴിക്കരുത് മക്കളെ. എന്താ കഴിച്ച? ദൈവത്തിന് നിവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നതൊന്നും പൂജ കഴിയാതെ എടുത്ത് ഭക്ഷിച്ചൂടാ. എങ്കിൽ കണ്ണൻ ഒറിയിൽ നിന്ന് വെണ്ണ കട്ട് തിന്നണതോ? അത് ഭഗവാനല്ലേ. ഭഗവാനും നമ്മളും രണ്ടാണോ? ഒന്നല്ലേ? ഇങ്ങനെയൊക്കെ കാട്ടിയാ ദൈവം കോപിക്കും. ഇനി തെറ്റ് ചെയ്യരുത്. ഇല്ല, ഇനി ചെയ്യില്ല. പക്ഷെ ഒരു സംശയം. എന്താ നിന്റെ സംശയം? ദൈവത്തിന് കോപം വരുമോ? മനുഷ്യർക്കല്ലേ കോപം വരാ? ഇഷ്ടമല്ലാത്തത് ചെയ്താ ദൈവത്തിന് കോപം വരും. അമ്മേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തില്ലെന്ന്? പൂജയ്ക്ക് വെച്ച നിവേദ്യം എടുത്ത് കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടാവില്ല.
ആൾത്തറയിൽ ദൈവത്തിന്റെ ഇഷ്ടമാ നോക്കേണ്ടത്. ഞാനിത് തിന്നുന്നത് ദൈവത്തിന് ഇഷ്ടമാണമ്മേ. ഇല്ല മക്കളെ, ദൈവത്തിന് ഇഷ്ടാവില്ല. അങ്ങനെയല്ല അച്ഛാ, ഞാൻ തിന്നുന്നത് ദൈവത്തിന് ഇഷ്ടാവും. ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും. മോനെ നാണു, ഞാൻ ഇനിയിപ്പോ എന്താ പറയാ? മുന്നിലും ദൈവം, എനിക്ക് ഒപ്പവും ദൈവം, അപ്പോ ഞാനും ദൈവമാ. അമ്മയും കളിക്ക്. മാടനാശാന്റെ മോൻ എങ്ങോട്ടേക്കാ? പാടത്തെ പണി നോക്കാൻ പോവുക. മാടനാശാൻ വീട്ടിലില്ലേ? ഇല്ല, പടക്കാവൂര് പോയി. അമ്മൂമ്മ എങ്ങോട്ടാ? ഞാൻ പാടത്ത് ഞാറിടാൻ പോയതാ. ഇനി കുറച്ച് കഞ്ഞി കുടിക്കണം. വാ. പണിക്ക് പോകുമ്പോ കഞ്ഞി കൊണ്ടുവരുമോ? രാവിലെ കഞ്ഞി വെച്ച് കൈ കൊണ്ടുവരും, വിശക്കുമ്പോ കഴിക്കും. അതെല്ലാ ദിവസവും കാണൂല. അപ്പൊ കഞ്ഞി ഇല്ലാത്ത ദിവസമോ? എന്ത് ചെയ്യാനാ, എന്നത്തെയും പോലെ ഭക്ഷണം എടുക്കും. അയ്യോ, തൊടണ്ട മക്കളെ, എന്നെ തൊട്ട് അശുദ്ധാക്കണ്ട മക്കളെ. ഇല്ല അമ്മൂമ്മേ. എന്തിനാ മക്കളെ ഏനെ തൊട്ട് അശുദ്ധായത്? അമ്മൂമ്മയെ തൊട്ട എങ്ങനെ അശുദ്ധമാവും? ഞങ്ങളൊക്കെ താണ ജായിക്കാരല്ലേ മക്കളെ. ഇപ്പോൾ വെറും തറയിൽ ഒരേ നിരപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. താഴ്ചയോ ഉയർച്ചയോ ഒന്നുമില്ല. ഞങ്ങളൊക്കെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരാണ്. ഞങ്ങളെ തൊട്ട് അശുദ്ധാവും. തൊടുന്ന കൈയാണോ മനസ്സാണോ അശുദ്ധമാവുന്നത്? എനിക്കും വിശക്കുന്നു. ഇത്തിരി കഞ്ഞി തരാവോ? ഓഹോ, മക്കള് വേണ്ട അത്ര കുടിച്ചോ. മുത്തശ്ശൻ കഴിച്ചോ?
ഇതറിഞ്ഞ എല്ലാരും മക്കളെ ശാസിക്കും. മാടനാശാൻ ചിലപ്പോ തല്ലും. ഇതിന് തല്ല് കിട്ടിയാ ഞാൻ കൊള്ളും. ശരിക്കും എന്ത് പറ്റി മക്കൾക്ക്? അമ്മുമ്മയെ കണ്ടപ്പോ എനിക്ക് മരിച്ചുപോയ മുത്തശ്ശി ഓർമ്മ വന്നു. മക്കളെ തല്ലാനും ശാസിക്കാനും വരുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവൂല. മക്കള് കുളിച്ച് ശുദ്ധായിട്ടേ വീട്ടിൽ കയറാവൂ, കേട്ടോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. അമ്മുമ്മയെ സ്നേഹത്തോടൊന്ന് തൊട്ടു, കുറച്ച് കഞ്ഞി കുടിച്ചു. അതെങ്ങനെ തെറ്റാവും? അശുദ്ധിയാവും. മക്കള് പറയണതും ശരിയാ. മനുഷ്യരല്ല അത് മനസ്സിലാക്കിയെങ്കിൽ. നമ്മളെല്ലാം മനുഷ്യരല്ലേ അമ്മുമ്മേ? അതെല്ലാവരും മനസ്സിലാക്കുന്ന കാലം വരും. മക്കളെ നാക്ക് പൊന്നാവട്ടെ. എല്ലാ ദൈവങ്ങളും മക്കളെ രക്ഷിക്കട്ടെ. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വയൽവാരം വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസവും ഞാൻ നാണുവിനെ ഉപദേശിച്ചതാ. സവിശേഷ ബുദ്ധിയും നിരീക്ഷണവും ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നാട്ടിൽ പലരും അറിഞ്ഞു. മനുഷ്യരുടെ മുഖത്ത് വെക്കാൻ പറ്റാതായി. അറിവും ബോധവും ഉള്ളവരിങ്ങനെ തുടങ്ങിയ എവിടെ ചെന്ന് നിൽക്കുന്ന നാട്ടുകാർ ചോദിക്കുന്നത്. വരുന്നുണ്ട്, നന്നായി ശാസിക്കണം. മുളയിലെ നുള്ളിയില്ലെങ്കിൽ നാണു അമ്മേ. മാറി നിൽക്കാൻ. അമ്മാവാ തൊടല്. അച്ഛാ അമ്മേ. അടി മേടിക്കും. എന്താ പതിവില്ലാത്തൊരു തൊടലും സ്നേഹപ്രകടനവും? അതോ നിങ്ങളെല്ലാം അശുദ്ധമായോ നോക്കിയതാ. എന്നിട്ട് എന്ത് മനസ്സിലായി? ആരും അശുദ്ധമായില്ല എന്ന് മനസ്സിലായി. ഞാൻ പാർത്തു വരുന്ന ഒരു സ്ത്രീയെ തൊട്ടിട്ടാ വരുന്നത്. നാണൂര് കുട്ടിക്കളി കുറെ കൂടുന്നുണ്ട്. വലിയവർ കാര്യമില്ലാതെ കളിക്കുമ്പോ കുട്ടികൾക്കും വേണ്ട ഒരു കളി. നാണു, നിന്നെപ്പറ്റി കേട്ടതൊക്കെ ശരിയാണോ? കേട്ട എന്താന്ന് പറഞ്ഞാലേ മറുപടി പറയാൻ പറ്റൂ. സത്യം പറയണം. നീ താണജാതിക്കാരിയായ യൂതിയെ തൊട്ടിട്ടാണോ കയറി വരുന്നത്? പുലക്കുടി കയറി ഒരു മടിയും കൂടാതെ. തൊട്ടു. പുലക്കുടി കയറിയത് തീ അണയ്ക്കാനാ. താണ് ജാതിക്കാരി തൊട്ട അശുദ്ധാവൂന്ന് അറിയില്ലേ? താണജാതിക്കാരിയല്ല, ഒരു അമ്മുമ്മയെ ഞാൻ തൊട്ടത്. എന്നിട്ട് അശുദ്ധി മാറാൻ കുളിച്ചോ? ദേവശുദ്ധിയായി രാവിലെ കുളിച്ചു, എന്നിട്ട് ധ്യാനിച്ചു. താണജാതിക്കാരെ തൊട്ടതിന് ശേഷം കുളിച്ചോന്നാ ചോദിച്ചത്. ആ അമ്മുമ്മ ജാതി താണതോ ഉയർന്നതോ എന്നറിയില്ല. താണ് ജാതിക്കാരെ തൊട്ട കുളിച്ചിട്ടേ വീട്ടിൽ കയറാവുന്ന എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പശുവിനെ ആടിനെ നിത്യം ഞാൻ എത്ര വട്ടം തൊടാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ കുളിക്കാറില്ലല്ലോ.
കന്നാലികളെ പോലെയാണ് താണജാതിക്കാര് തീണ്ടി നടന്നിട്ട് ന്യായം പറയുന്നു ഗുരുത്തം കെട്ടവൻ. വൈദ്യരാമാവൻ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. മൃഗങ്ങളെക്കാൾ മോശമാണോ ആ സാധുക്കൾ? രാമായണം മഹാഭാരതം വ്യാഖ്യാനിക്കുന്ന അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. എല്ലാരും ലാളിച്ച് വഷളാക്കി വാക്കുകൊണ്ട് എല്ലാരെയും ജയിക്കാന്നായി അല്ലേ നാണു? അല്ലമ്മേ, അമ്മയുടെ ഭക്തിയും വിശ്വാസം എനിക്ക് ഇഷ്ടമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാം പല തട്ടിൽ കണ്ടാൽ അത് ഈശ്വരൻ എന്നായി. ചാണകം തൊട്ട അശുദ്ധിയില്ല, അതിലാണ് ഗണപതി ഭഗവാനെ സൃഷ്ടിക്കുന്നത്. ഗോമൂത്രം പവിത്രം, മനുഷ്യൻ മാത്രം അശുദ്ധം. ഇതല്ലേ ദൈവനിന്ന? തീണ്ടലിന്റെ പേര് പറഞ്ഞു മാറ്റി നിർത്താൻ കൃമികീടങ്ങളെക്കാൾ നിന്നരാണോ അവർ? വായുവും വെള്ളവും എല്ലാവർക്കും ഒരുപോലെയാണ്. ഗ്രന്ഥങ്ങൾ പറയുന്നു എല്ലാവരും ആ പരമാത്മാവിന്റെ അംശമാണെന്ന്. അതല്ലാതാവാൻ വഴിയില്ല. ഒരേ പരമാത്മാവാണെങ്കിൽ ആത്മാക്കളും ഒന്ന് തന്നെ. അയിത്ത ജാതിക്കാരെ തുടരുതെന്നാ പറഞ്ഞത്, അല്ലാതെ നാണുവിനെ വിഷമിപ്പിക്കാനല്ല. അമ്മയുടെ ഈ വാക്കുകളാണ് സങ്കടകരം. അമ്മോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോ, എന്താ? അയിത്തം മനുഷ്യർക്ക് ഈശ്വരൻ കൊടുത്തതാണോ? അത് അച്ഛനെങ്കിലും മറുപടി തന്നിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട വൈദ്യരമാവനെങ്കിലും പറഞ്ഞു തരണം, അയിത്തം മനുഷ്യർക്ക് ഈശ്വരൻ കൊടുത്താണോ മനുഷ്യൻ കൊടുത്താണോ? എഴുത്തിനിരുത്തിയ മൂത്ത പിള്ള പറഞ്ഞതുപോലെ നീ നാണുവല്ല, സാക്ഷാൽ നാരായണനാണ്. നല്ല വാക്കും നല്ല ചിന്തയും നല്ല കർമ്മവും ചേരുമ്പോ നാരായണനായി. അതല്ലേ അമ്മേ നരനാരായണൻ?